ഇറാൻ യുദ്ധത്തിൽ ഇപ്പോൾ കൂട്ടം തെറ്റിയിരിക്കുകയാണ് ഇസ്രയേലും അമേരിക്കയും. നമുക്കറിയാം, അമേരിക്കയുടെ ആവശ്യം അല്ലായിരുന്നു ഈ ഒരു യുദ്ധം, ഇസ്രയേലിന്റെ ആവശ്യമായിരുന്നു. ഇസ്രയേലാണ് പിരികേറ്റി അമേരിക്കയെ കൊണ്ട് അനുമതിയൊക്കെ വാങ്ങിപ്പിച്ച് രണ്ടുപേരും കൂടി സംയുക്തമായിട്ട് ചങ്കുമായിട്ട് ഇറാനിലേക്ക് ഒരു യുദ്ധം നടത്തുന്നത്. ഇപ്പോൾ യുദ്ധം അമേരിക്കയ്ക്ക് ഏറ്റവും പ്രഹരമായതുകൊണ്ട് തന്നെയും അല്ലെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയും ഇനി ഈ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരെ താല്പര്യം ട്രംപിനില്ല. മാത്രമല്ല, ഗൾഫ് മേഖലയിലെ അഭ്യർത്ഥനകൾ മാനിച്ചുകൊണ്ട് ഇനി യുദ്ധത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് മാത്രമല്ല, വാർ പവർ ആക്ട് പ്രകാരം ഈ യുദ്ധം ഇനി ചെയ്യാനും കഴിയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ട്രംപിനുള്ളത്. ഈ സിറ്റുവേഷനിലാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും യുദ്ധം നടത്തണമെന്ന നീക്കവുമായിട്ട് ഇസ്രയേൽ വരുന്നത് എന്നുള്ള ഒരു വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അമേരിക്കയുടെയും അവരുടെ നെടുന്തൂണായിട്ടുള്ള ഇസ്രയേലും തമ്മിൽ ഇത്ര വലിയൊരു വിള്ളലുണ്ട് എന്ന് ആരും കരുതിയില്ല. അത്തരത്തിലൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് ലോകത്തിന് എന്ത് സംഭവിച്ചാലും ശരി തന്നെ, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും ഞാൻ അതിന് ഒത്തുചേരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ ദിവസം എന്തിനേറെ പറയുന്നു, ട്രംപ് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഞാൻ ഇസ്രയേലിൽ പോയി മത്സരിക്കും, ബെഞ്ചമിൻ നെതന്യാഹുവിന് അനുകൂലമായിട്ട് നിൽക്കും, അദ്ദേഹം പറയുന്നതെല്ലാം കേൾക്കും, അദ്ദേഹത്തെ അവിടെ കേൾക്കാൻ ആരുമില്ല, അദ്ദേഹത്തെ എല്ലാവരും അടിച്ചമർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ സപ്പോർട്ടാണ് പുറത്തു വന്ന് പറയുന്നത്. പക്ഷെ ഉള്ളിൽ അതല്ല സംഭവം എന്നതാണ്. അതായത് ട്രംപും നെതന്യാഹുവും നേർക്ക് നേർ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ട്രംപിന് ഒരു പറ്റം യുദ്ധം കൊണ്ടുപോകാൻ കഴിയില്ല, എന്നാൽ നെതന്യാഹുവിന് അങ്ങനെയല്ല, യുദ്ധം കൊണ്ടുപോകണം, യുദ്ധം ചെയ്യണം, ഇറാനെ ഇല്ലാതാക്കണം എന്നുള്ള കർക്കശമായിട്ടുള്ള ഒരു പിടിവാശിയിലൂടെയാണ് നെതന്യാഹു പോകുന്നത്. എന്തായാലും പശ്ചിമേഷ്യ മുൾമുനയിൽ നിർത്തിയ ആ ഒരു രഹസ്യ തർക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ലോകത്ത് എന്ത് സംഭവിച്ചാലും ഇസ്രായേലിനെ ആയിട്ട് ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത അമേരിക്കയാണ്. പക്ഷെ ഇപ്പോൾ ഇതിൽ ഒരു വിള്ളൽ ഉണ്ടായിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ മറ്റൊരു വൻ യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ഇറാനെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ ട്രംപും നെതന്യാഹുവും തമ്മിൽ അണിയറയിൽ കടുത്ത ഭിന്നതയിലാണ് എന്നാണ് പറയുന്നത്. ആഗോള രാഷ്ട്രീയത്തിന്റെ ഒരു ചതുരംഗ പലകയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ തർക്കത്തിന്റെ പിന്നിലെ കാരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ മാധ്യമമായിട്ടുള്ള ആക്സിയോസ് പുറത്തുവിട്ട റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിലാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ട കാര്യം പറയുന്നത്. റിപ്പോർട്ട് പ്രകാരം മെയ് 19 ട്രംപും നെതന്യാഹുവും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണം അതീവ പിരിമുറുക്കം നിറഞ്ഞതായിരുന്നു. അതായത് രണ്ടുപേരും തമ്മിൽ അടിയുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ആ ഫോൺ സംഭാഷണം എന്നാണ് അവർ പറയുന്നത്. സംഭാഷണത്തിന് ശേഷം നെതന്യാഹു അതിനെ മുടി കത്തുന്നത് പോലെ ആയിരുന്നു എന്ന് വിശേഷിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വന്നത്. അതായത് അതിലൂടെ ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ അതൃപ്തിയും അസ്വസ്ഥതയും എത്രത്തോളം ശക്തമാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഇറാനെതിരായിട്ടുള്ള ആക്രമണം വീണ്ടും ആരംഭിച്ച് അവരുടെ സൈനിക ശേഷിയെ കൂടുതൽ തകർക്കുകയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യണമെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. അതിലൂടെ ഇറാനിയൻ ഭരണകൂടത്തെ ദുർബലപ്പെടുത്താനാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ അമേരിക്കയുടെ സമീപനം അത്ര കടുത്തതല്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ആക്രമണങ്ങൾക്ക് പകരം ഒരു കരാറിലൂടെയോ നയതന്ത്ര ധാരണയിലൂടെയോ പ്രശ്നം പരിഹരിക്കാനാണ് ട്രംപ് ഇപ്പോൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഖത്തർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖത്തർ, UAE തുടങ്ങിയ അറബ് രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് അമേരിക്ക ഇറാനെതിരായിട്ടുള്ള ചില ആക്രമണങ്ങൾ താൽക്കാലികമായിട്ട് മാറ്റിവെച്ചത് എന്നും ട്രംപ് തന്നെ പിന്നീട് വെളിപ്പെടുത്തി. അതായത് പശ്ചിമേഷ്യയിൽ വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ മുഴുവൻ മേഖലയും അസ്ഥിരമാക്കുമെന്ന് അമേരിക്കൻ ഭരണകൂടം മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ. അതേസമയം തന്നെ ഇറാനുമായിട്ടുള്ള സമാധാന ശ്രമങ്ങൾ ശക്തമാക്കാൻ ഖത്തറും പാകിസ്ഥാനും ചേർന്ന് പുതിയൊരു സമാധാന മെമ്മോ തയ്യാറാക്കിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വിടവ് കുറയ്ക്കാനാണ് ഈ ഒരു നീക്കം നടക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതി, ഹോർമുസ് കടലിടുക്ക് ഉപരോധങ്ങൾ തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ 30 ദിവസത്തെ ചർച്ചകൾ ആരംഭിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ലെറ്റർ ഓഫ് ഇന്റന്റ് തയ്യാറാക്കാനാണ് മധ്യസ്ഥരുടെ ശ്രമം. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി ഇതിനായിട്ട് ഇറാനിൽ എത്തിയതായിട്ടും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും നമുക്ക് ഒരു ഒറ്റ കാര്യം ചിന്തിക്കാനുള്ളത്, യുദ്ധം തുടങ്ങി വെച്ചത് ആരായിരുന്നു, ആർക്ക് വേണ്ടിയായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഇപ്പോ അവസാനം അവർ രണ്ടുപേരും തെറ്റിപ്പരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും അതോടെ ആയിക്കട്ടെ.
ഈ നയതന്ത്ര നീക്കങ്ങളൊന്നും തന്നെ ഇസ്രയേലിനെ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തുന്നില്ല എന്നാണ് പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ. ഇറാനെതിരായിട്ടുള്ള സമ്മർദ്ദം ഇപ്പോൾ കുറയ്ക്കുന്നത് വലിയ തന്ത്രപരമായിട്ടുള്ള പിഴവാകുമെന്നാണ് നെതന്യാഹു കരുതുന്നത് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ സൈനിക ശേഷി ഇപ്പോൾ തന്നെ പൂർണ്ണമായിട്ട് തകർക്കേണ്ട സമയമാണിതെന്നും അല്ലെങ്കിൽ ഭാവിയിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇസ്രയേൽ നേരിടേണ്ടി വരുമെന്നുമാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അമേരിക്ക സമാധാന ചർച്ചകളിലേക്ക് നീങ്ങുമ്പോൾ ഇസ്രയേലിൽ അസ്വസ്ഥത ഉയരുകയാണ്. മെയ് 20 ട്രംപ് നടത്തിയ പരാമർശങ്ങളും ഈ ഒരു അനിശ്ചിതത്വം കൂടുതൽ ശക്തമാക്കി. നമുക്ക് ഒരു കരാർ ഉണ്ടാക്കാം, പക്ഷേ ശരിയായ ഉത്തരങ്ങൾ കിട്ടിയില്ലെങ്കിൽ യുദ്ധം വീണ്ടും തുടങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അമേരിക്ക ഇപ്പോൾ സമാധാനത്തിനും യുദ്ധത്തിനും ഇടയിലുള്ള അതിർത്തിയിലാണെന്ന് ട്രംപ് തുറന്നു പറയുന്നു. 100% തൃപ്തികരമായിട്ടുള്ള മറുപടികളാണ് വേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അമേരിക്ക ഇപ്പോഴും സൈനിക നടപടിയുടെ വാതിൽ പൂർണ്ണമായിട്ട് അടച്ചിട്ടില്ല എന്ന സൂചനയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടെ CNN റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വിവരവും കൂടി ശ്രദ്ധേയമാണ്. അതായത് ഇസ്രയേൽ സർക്കാരിന്റെ ഉന്നത തലങ്ങളിൽ വീണ്ടും സൈനിക നടപടി വേണമെന്ന ശക്തമായിട്ടുള്ള സമ്മർദ്ദമുണ്ടെന്നും ട്രംപ് തുടർച്ചയായിട്ട് നയതന്ത്ര പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അവിടെ നിരാശ ഉയരുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇറാനിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യുമെന്നാണ് നെതന്യാഹുവിനോട് ട്രംപ് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. എന്നാൽ അതിനൊപ്പം ഞങ്ങൾ ഇപ്പോഴും നല്ല ബന്ധത്തിലാണ് എന്ന വാചകവും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിലൂടെ ഇരുവരുടെയും ബന്ധത്തിൽ പൂർണ്ണമായ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ല എങ്കിലും ഗൗരവമായിട്ടുള്ള ഭിന്നതകൾ രൂപപ്പെടുന്നു എന്ന സന്ദേശമാണ് പുറത്തു വരുന്നത്. അതായത് ട്രംപ് പുറമേ വന്ന് മാധ്യമങ്ങളോടും ലോകത്തോടും വിളിച്ചു പറയുന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പറയുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കാൻ പരമാവധി ട്രംപ് ശ്രമിക്കുന്നു. പക്ഷേ അത്തരം രീതികളിലേക്ക് നെതന്യാഹു പോകുന്നില്ല. അവിടെയാണ് ഉള്ളിലാണ് ഈ ഒരു ഭിന്നത രൂപപ്പെടുന്നത്. അതായത് പുറമെ ആർക്കും കാണാൻ കഴിയുന്നില്ല, പക്ഷെ അകമേല് ഈ ഒരു ഭിന്നത രൂപപ്പെടുന്നുണ്ട്. UAE, ഖത്തർ പോലുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദം മൂലം ട്രംപിന് വഴങ്ങേണ്ടി വന്നേ പറ്റൂ. മാത്രമല്ല ട്രംപിന്റെ നിലവിലെ സാഹചര്യം ഇനി ഒരു യുദ്ധം ചെയ്യാനുള്ള ശേഷി അമേരിക്കയ്ക്കില്ല. അമേരിക്കയുടെ തകർന്ന തരിപ്പണമായിട്ടുള്ള പലതും ഇനി നിർമ്മിച്ചെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് ഇനി പുതുക്കി പണിയണമെങ്കിലും വർഷങ്ങൾ വേണ്ടി വരുമെന്നാണ് അവർ പറയുന്നത്. അപ്പം ഇതിനിടയിൽ വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറാകാനുള്ളൊരു സാഹചര്യം അവർക്കില്ല. അവരാകെ ശോഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സൈനികരോ സാമ്പത്തികമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ആയുധങ്ങൾ പോലും വലുതായിട്ട് ഇപ്പോൾ അമേരിക്കയുടെ പക്കലില്ല. അപ്പോൾ ഇനി വാങ്ങണമെങ്കിൽ കടമെടുക്കണം. നിലവിൽ അവിടുത്തെ ജനജീവിതം ദുസ്സഹമായി ഇരിക്കുകയാണ്. അപ്പം ഇതിനിടയിൽ എല്ലാം കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നം വഷളാവുമെന്നറിയാം. ഈ ഒരു സ്വന്തം രാജ്യത്ത് നേരിടുന്ന പ്രശ്നം മാത്രമല്ല, ഈ പറയുന്ന ഗൾഫ് മേഖലയിലെ പ്രശ്നങ്ങളും ഈ അമേരിക്ക നോക്കിക്കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയ്ക്ക് ഈ ഒരു യുദ്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല. എന്നും വന്ന് വെല്ലുവിളിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ട്രംപ് പക്ഷേ ഇതുവരെ ആക്രമണം നടത്തിയിട്ടില്ല എന്നത് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, തുടക്കത്തിൽ ഒരു ആക്രമണം നടത്തി, പിന്നീട് വെടിനിർത്തൽ, വീണ്ടും വെടിനിർത്തൽ ചർച്ച. ഇതല്ലാതെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പിന്നീട് ഒരു ആക്രമണം നടന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ പൊട്ടിത്തെറിപ്പിക്കും, ഇപ്പൊ ഇറാനെ ഇല്ലാതാക്കും, ഇപ്പം ഇറാൻ മൊത്തത്തിൽ കത്തും എന്ന് പറയുന്ന ട്രംപ് അല്ലെങ്കിൽ അവസാന നിമിഷം ആ ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറുകയാണ്. അതായത് അങ്ങോട്ടേക്ക് യാതൊരു തരത്തിലുള്ള ആക്രമണവും തൊടുത്തു വിടുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. കാരണം പേടിയാണ്. പക്ഷേ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല, യുദ്ധക്കൊതിയനാണ്. യുദ്ധം ചെയ്ത് അതായത് ജയിലിൽ പോകാതിരിക്കാനുള്ള മറ്റൊരു അടവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ നെതന്യാഹുവിന്റെ യുദ്ധത്തെ വിശേഷിപ്പിക്കാം. അതുകൊണ്ടാണല്ലോ ഈ കരാർ ലംഘനമൊക്കെ നടത്തിക്കൊണ്ട് ഈ ലെബനനിലേക്ക് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തുന്നത്. അങ്ങനെ അതായത് യുദ്ധം ചെയ്ത് തന്നെ നിൽക്കണം എന്ന് തന്നെയാണ് നെതന്യാഹുവിന്റെ ആവശ്യം. പക്ഷെ അത് ഇവിടെയാണ് ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നമുണ്ടാകുന്നത്, ഒരു വിള്ളൽ ഉണ്ടാകുന്നത്. എന്തായാലും ഹോർമുസ് കടലിടുക്ക് സംബന്ധിച്ച് സംഘർഷ സാധ്യതകൾ ഉയർന്നാൽ ലോകത്തിന്റെ ഊർജ്ജ വിതരണ ശൃംഖലയെ തന്നെ അത് ബാധിച്ചേക്കാം. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പശ്ചിമേഷ്യയിൽ ആരംഭിച്ച അധിനിവേശ യുദ്ധത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തന്നെ അവർ ഏറ്റെടുക്കണമെന്നും തങ്ങളുണ്ടാക്കിയ ഈ ഒരു വലിയ യുദ്ധ വെളിച്ചത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തേണ്ടത് അവരുടെ മാത്രം ബാധ്യതയാണെന്നാണ് ഇറാൻ ഇതിനെ വിലയിരുത്തുന്നത്. എന്തായാലും ഇറാൻ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴും അമേരിക്ക വല്ലാതെ ഭീതിയിലാണ്. ഇനി ബ്രസീലിയൻ പത്രമായിട്ടുള്ള ഫോൾഹ ഡി സവോ പോളയ്ക്ക് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിലാണ് ഇറാന്റെ പ്രതിരോധ വീര്യം ആവർത്തിച്ച് പറയുന്നത്. കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രത്തിനിടയിൽ സ്വന്തം രാജ്യം എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ഇറാൻ പഠിച്ചിട്ടുണ്ട് എന്നും 1980കളിൽ പാശ്ചാത്യ ശക്തികളുടെ പിന്തുണയോടെ സദ്ദാം ഹുസൈൻ അഴിച്ചുവിട്ട് 8 വർഷത്തെ യുദ്ധത്തെ അതിജീവിച്ച പാരമ്പര്യം തങ്ങൾക്കുണ്ട് എന്നും ഇറാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. US-ഉം ഇസ്രായേലും ഇനിയും വെല്ലുവിളിയുമായിട്ട് മുന്നോട്ട് വന്നാൽ ഇറാന്റെ സായുധ സേന ഉടനടി പൂർണ്ണ ശക്തിയോടെയും അതിരൂക്ഷമായിട്ട് പ്രതികരിക്കുമെന്നും കഴിഞ്ഞ ഒരു വർഷമായിട്ട് രാജ്യം
കാണിച്ച പ്രതിരോധ വീര്യം വരും ദിവസങ്ങളിൽ തുടരുമെന്നുമാണ് വിദേശകാര്യ വക്താവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇനി ലോകം ഉറ്റുനോക്കുന്നത് മറ്റൊരു കാര്യമാണ്. വർഷങ്ങളായിട്ട് ഇസ്രായേലിനൊപ്പം എന്തിനും ഏതിനും നിൽക്കാൻ മടിക്കാത്ത ട്രംപിന് ഒടുവിൽ വൈകിയാണെങ്കിലും ബുദ്ധി ഉദിച്ചോ, അതോ ഇതെല്ലാം വെറും താൽക്കാലിക സൗന്ദര്യ പിണക്കമാണോ എന്നതാണ്. എന്നാൽ ഒരു കാര്യം രണ്ട് വൻശക്തികളും ഓർക്കുന്നത് നന്നായിരിക്കും. തങ്ങൾ നേരിടാൻ പോകുന്ന ശത്രു തങ്ങളെക്കാൾ എത്രയോ മടങ്ങ് അപകടകാരിയാണെന്നും എന്തിനും എതിരും തയ്യാറായിട്ടാണ് അവർ നിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ കളി മാറും. കഴിഞ്ഞ നൂറ്റാണ്ടിലെ യുദ്ധചരിത്രങ്ങളെല്ലാം നെഞ്ചിലേറ്റിയ ഇറാൻ തങ്ങളുടെ സായുധ പ്രതിരോധത്തിന്റെ വാതിലുകൾ തുറന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ട്രംപിന്റെ വാക്ക് തള്ളി നെതന്യാഹു വീണ്ടും ഒരു അംഗത്തിന് തുനിഞ്ഞാൽ അത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ചിന്തിക്കാവുന്നതിലപ്പുറമുള്ള വലിയൊരു ദുരന്തമായിരിക്കും. അതിൽ സംശയമില്ല. അതോടെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അഹങ്കാരം തീരും.